എന്ത് സ്പേഷ്യസ് ആണെന്ന് നോക്കി. ഒരു പോസിറ്റീവ് വൈബ് എന്ന് എനിക്ക് ആര് വന്ന് കണ്ടാലും നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റും ഒരു പോസിറ്റീവ് വൈബ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതാ കണ്ടില്ലേ, ഹൈ റെസിഡൻഷ്യൽ ഏരിയ കൂടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട് മിസ് ചെയ്യല്ല. അത് ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ഡിസൈൻ്റെ വർക്കിലായാലും ഏത് കാര്യത്തിലും. അതാ കണ്ടില്ലേ, ഇവിടെ നല്ലൊരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഇരുന്ന് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇതിലും ബെറ്റർ സ്ഥലം വളരെ റെയറാണ്. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം കാര്യവട്ടം ടെക്നോ പാർക്ക് ബേസ് ചെയ്താണ് കേട്ടോ. ടെക്നോ പാർക്ക് ബേസ് ചെയ്തോ കാര്യവട്ടം ബേസ് ചെയ്തൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ വെറും 2 വർഷം താഴെ പഴക്കമുള്ള ഒരു അടിപൊളി ഒരു വീടാണ് നമുക്ക് വന്നിട്ടുള്ളത്. 5.5 സെന്റിലായിട്ട് 2500 സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായും ചുടുകല്ലിലും തേക്കും തടിയിലും നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി വീടാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ കഴക്കൂട്ടം ബേസ് ചെയ്തോ അല്ലെങ്കിൽ കാര്യവട്ടം ബേസ് ചെയ്തോ ഒക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാം. നല്ലൊരു ഏരിയയിൽ, നല്ലൊരു ഹൈ റെസിഡൻഷ്യൽ ഏരിയയിൽ, ഒരു ഗേറ്റ് കമ്മ്യൂണിറ്റി പോലത്തെ ഏരിയയിൽ നിങ്ങൾക്ക് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രാൻഡ് ന്യൂ വീട് എന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞ 2-3 വർഷത്തിൽ താഴെയാണ് ഇതിന്റെ പഴക്കമെന്ന് പറയുന്നു. കയറുമ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്ക് 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള അതിവിശാലമായിട്ടുള്ള മുറ്റമാണുള്ളത്, അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് സ്പേസ് ആണുള്ളത്. നമുക്ക് ഇവിടെ വണ്ടി ഇറങ്ങി ഒരു നല്ലൊരു ലൊക്കേഷൻ, ഹൈ ഒരു പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് നല്ല സൈഡിലൊക്കെ നല്ല ഗാർഡനിങ്. ഇപ്പോൾ ഈ വീട് ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ ഓണർ ട്രാൻസ്ഫർ ആയി ബേസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്ലീനിങ്ങിൻ്റെ ആവശ്യം മാത്രമാണ് ഉള്ളത്. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വാട്ടർ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കോർപ്പറേഷൻ വാട്ടറും ഉണ്ട്, അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കിണറും കൊടുത്തിട്ടുണ്ട്. കിണറിൽ നല്ല ശുദ്ധമായ വെള്ളമുണ്ട്. അതിനകത്ത് ഏകദേശം എല്ലാ ടൈപ്പിലും 4 സൈഡും ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല ഫെൻസിങ് ഒക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് അതിനെ യൂസ്ഫുൾ ആക്കി തന്നെയാണ്. ഇപ്പം നമുക്ക് ഏത് രീതിയിൽ ഇവിടുത്തെ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണം യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കിണർ വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടിലേക്ക് കയറുന്ന മുമ്പേ ഞാനൊരു കാര്യം പറയും. ഇതിനകത്ത് ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഇതിന് ഡിസൈൻ പാറ്റേൺ ഏറ്റവും കൂടുതൽ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. കാരണം സ്പേഷ്യസിന്റെ കാര്യത്തിലായാലും അകത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യത്തിലായാലും അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും ഒരു വാൾ കംപ്ലീറ്റ് അതിമനോഹരമായ രീതിയിലേക്കുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ധാരാളം ഗാർഡനിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും ചുടുകളിൽ തീർത്ത് പൂർണ്ണമായി വാസ്തുപ്രകാരം ചെയ്ത കൺസ്ട്രക്ഷൻ ചെയ്ത ഒരു വീട് കൂടിയാണിത്. നമ്മൾ പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ടും തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ലാസ് ലുക്കിലായിട്ടാണ് ഈ ഇതിന്റെ ഡിസൈൻ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടും ഇതിനകത്ത് ഫിംഗർ ലോക്കാണ് കൊടുത്തിട്ട് ലോക്ക് കൊടുത്തില്ല. അകത്തേക്ക് കയറുമ്പോൾ ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രീമിയം കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു അതിമനോഹരമായിട്ടൊരു വീടാണ്. അതിന്റെ ഡിസൈൻ വർക്കുകൾ കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് ഓരോ സാധനങ്ങളും അത് ഇന്റീരിയർ ഡിസൈന് ഹൈ എക്സ്പെൻസ് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെ നിർമ്മിച്ചൊരു വീടാണ്. ആ പുള്ളി ട്രാൻസ്ഫർ ആകുന്ന ബേസ് ചെയ്ത് ഈ വീട്ടിൽ കാണുന്ന എല്ലാ ഫർണിച്ചറുകൾ ഉൾപ്പെടെയാണ് ഈ വീട് സെയിലിനുള്ളത് കേട്ടോ. ഇന്ത്യൻ ഡിസൈനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ കണ്ടില്ലേ, ക്ലാസ് ആയിട്ടുള്ള രീതിയിലേക്കുള്ള പ്രീമിയം ക്വാളിറ്റി തോന്നുന്ന രീതിയിലേക്കാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം 3 വർഷമാണ് ഇതിന്റെ പഴക്കമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓരോ സൈഡിലേക്കും അതിന്റെ ഓരോ പാറ്റേണിലും ഓരോ കയ്യൊപ്പ് ചാർത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഹോളിന്റെ കാര്യത്തിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈനിങ് സ്പേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എൽ മോഡലിലേക്കാണ് വന്നിട്ടുള്ളത്. ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് അതിവിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ്, ഏകദേശം 6 പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഡൈനിങ് സ്പേസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള വലുതായിട്ടുള്ള വേണമെങ്കിൽ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സൈഡിലേക്ക് കണ്ടില്ലേ, ഇന്ത്യൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ലെവൽ വേറെ തന്നെയാണെന്ന് എനിക്ക് 100% നിങ്ങളോട് പറയാൻ പറ്റും. ഓരോ സൈഡിലേക്കും ചെയ്യുന്നതിലേക്ക്
കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീട് കൂടിയാണിത്. ഇവിടേക്ക് വരുമ്പോൾ വാഷ് ബേസിൻ ഉണ്ട്. വാഷ് ബേസിനൊക്കെ അതിമനോഹരമായ രീതിയിലേക്ക് തന്നെ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ആ സൈഡിലൊക്കെ തന്നെ ഇൻവെർട്ടറിൻ്റെയൊക്കെ വേറെ സെപ്പറേറ്റ് റൂം കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായി CCTV ആണ് ഇതിലേക്ക്. എല്ലാ ഡോറുകളും തന്നെ ഫിംഗർ ലോക്കാണ് ചെയ്തിരിക്കുന്നത്. ആ സൈഡിലൊക്കെ മനോഹരമായ രീതിയിലേക്കുള്ള ഒരുപാട് ഇന്ത്യൻ ഡിസൈൻ കൂടി ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഈ വീട്. അപ്പോൾ ഈ വീട്ടിലേക്ക് 5 ബെഡ്റൂമാണ് വരുന്നത്. 4+1 4 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമായിട്ടാണ് വന്നിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ അതിവിശാലമായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും കൊടുത്തിട്ടില്ല. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്താ കണ്ടില്ലേ, ധാരാളം സ്റ്റോറേജ് സ്പേസുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇതിലും താഴെ സൈഡിലേക്ക് ആയാലും മുകളിലേക്ക് ആയാലും തന്നെ ഈ സൈഡിലൊക്കെ വോളൊക്കെ വളരെ മനോഹരമായ രീതിയിലേക്കുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളും തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുള്ളത്. ബാത്റൂംസിലേക്ക് തന്നെ ഹൈ ബ്രാൻഡ് സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളതിലുപരി തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം കൂടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴത്തേക്ക് സ്പേഷ്യസിന്റെ കാര്യത്തിൽ ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അതിവിശാലമായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ ഒന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അതാ കണ്ടില്ലേ, ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ നല്ല ബ്രാൻഡ് ആയിട്ട് പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന കട്ടിലുകൾ എല്ലാം ഉൾപ്പെടെയാണ് സെയിൽ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസ് ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള നല്ല ബ്രാൻഡ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം കൂടിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ അതിവിശാലമായിട്ടുള്ള ഒരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകൾ അവിടെയും യാതൊരു കോംപ്രമൈസും കൊടുത്തിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകളുടെ തന്നെ ഒത്തിരി സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും പുതിയ മോഡേൺ ടെക്നോളജി തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. താഴെയൊക്കെ ധാരാളം സ്പേസുകൾ ധാരാളം വെച്ചിട്ട് ഇത് അധികം യൂസ് ചെയ്യാത്ത വീടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീടിന്റെ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. നല്ലൊരു വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി എന്ന കാറ്റഗറി തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്കും കണ്ടില്ല, ഇതൊന്നും അധികം യൂസ് ചെയ്യാത്ത വീടാണ്. അവർ ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം കിച്ചണും ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ ഒക്കെ തന്നെ നല്ല മനോഹരമായ രീതിയിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെയും സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ, 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടുന്ന രീതിയിലേക്കുള്ള നല്ല ഒരു സൂപ്പർ കാറ്റഗറി വീടാണ് ഈ വീട്. മുകളിലത്തെ സൈഡിൽ 3 ബെഡ്റൂം, ബാൽക്കണി ഏരിയ ഹോൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റെയർ കേസ് തന്നെ സൈഡിലെല്ലാം തന്നെ സ്റ്റീലും മെറ്റലും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ബ്ലാക്ക് ആൻഡ് റെഡ് പാറ്റേണിലാണ് ഇതിന്റെ ടൈൽ പാറ്റേൺ എല്ലാം കൊടുത്തിട്ടുള്ളത്. കയറി പോകുന്ന വഴിക്ക് തന്നെ ധാരാളം നല്ല നല്ല ലൈറ്റ്സുകളും നല്ല പ്ലാന്റ്സുകളും ഒക്കെ വെച്ച് നല്ല മനോഹരമായ രീതിയിലേക്കാണ് ഈ വീടിന്റെ ഡിസൈൻ പാറ്റേൺ. ആ കണ്ടില്ല, അവിടെ ഒരു ഗ്ലാസ് പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും ഒരു ക്ലാസി ലുക്ക് അല്ലെങ്കിൽ പ്രീമിയം ലുക്കാണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലൊരു കണ്ണിന് കുളിർമ തരുന്ന രീതിയിലേക്കുള്ള നല്ലൊരു പ്ലാന്റുകളൊക്കെ വെച്ച് നമുക്കൊരു പോസിറ്റീവ് വൈബായിട്ടാണ് ഈ വീട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കയറി വരുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഹോൾ ഏരിയ ആണ്. അവിടെ നിന്ന് ഏകദേശം നമുക്ക് ഇവിടെയും ഒരു ലിവിങ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും വളരെ മനോഹരമായ രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല രീതിയിലേക്ക് ഈ TV യൂണിറ്റിന്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഈ വീട്. എവിടെ നോക്കിയാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് കൂടി ആയതുകൊണ്ട് തന്നെ പുതിയ വീടെന്ന സ്വപ്നം കാണുന്നവർക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ് ഈ വീട്. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അതുപോലെ ടൈൽ പെയിന്റിംഗ് പാറ്റേൺ ഒക്കെ ആയാലും നല്ല ക്ലാസ് ആയ രീതിയിലാണ് ഇതിന്റെ പെയിന്റിംഗ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളും ധാരാളമായിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇതിന്റെ ഒരു പ്രീമിയം തോന്നിക്കുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ബാത്റൂം സ്റ്റൈലും ബെഡ്റൂം സ്റ്റൈലും കൊടുത്തിട്ടുള്ളത്. അതിന്റെ സിറയുടെയാണ് കംപ്ലീറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നല്ല ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ ഫുൾ ഡിസൈൻ വർക്കും ചെയ്തിരിക്കുന്നത്. അപ്പൊ വീണ്ടും ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഏകദേശം ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴത്തേക്കും ഏകദേശം നമുക്കൊരു ഏതോ ഒരു പ്രീമിയം ടൈപ്പ് ഹോട്ടലിൽ ഇരിക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഫീലിംഗ്സ് ആണ് കേട്ടോ ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് അതിവിശാലമായ രീതിയിലേക്ക് ഇന്ത്യൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഈ വീട്. ഇതാ കണ്ടില്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് AC കൂടിയിട്ടുള്ള വീടാണ്. ഈ സൈഡിലേക്ക് സ്റ്റോറേജ് സ്പേസുകളൊക്കെ പറഞ്ഞാൽ അതിവിശാലമായി നമുക്കൊരു ഓഫീസ് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ ബെഡ്റൂം ആയിട്ടോ ഏത് രീതിയിൽ നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് വൈബായിട്ട് ഇരിക്കുന്ന ഒരു ബെഡ്റൂം കൂടിയാണ്. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം അതിൻ്റെതായ രീതിക്ക് ഇതാ കണ്ടില്ലേ, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന്റെ കാര്യത്തിലൊക്കെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം കൂടിയാണ്. ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രീമിയം ടച്ച്
നമുക്ക് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള കൺസ്ട്രക്ഷനാണ് ഈ വീട്ടിലേക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും സ്പേഷ്യസിന്റെ കാര്യത്തിൽ വളരെ പ്രശ്നമൊന്നുമില്ല. ഒരു മീഡിയം ടൈപ്പ് ബെഡ്റൂംസ് ആണ് കൊടുത്തത്. അത് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, കാരണം ഇതൊരു കൺവെർട്ട് ചെയ്ത് നമുക്ക് റെന്റിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു കിച്ചൺ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്ന രീതിയിലേക്കും കൂടിയാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് മുകളിലേക്ക് സ്റ്റെയർ കേസിലേക്കും പോകാനുള്ള ഒരു ഫെസിലിറ്റീസും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഈ വീടിരിക്കുന്നതിന്റെ ലൊക്കേഷനും അതുപോലെ ഇവിടുത്തെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്. ബാൽക്കണി ഏരിയ എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ട് എൽ മോഡലിലേക്ക് പോകുന്ന ഒരു അടിപൊളി ഒരു ബാൽക്കണി ഏരിയ. നോക്കിയാൽ എന്ത് സ്പേഷ്യസ് ആണെന്ന് നോക്കി. ഒരു പോസിറ്റീവ് വൈബ് എന്ന് എനിക്ക് ആര് വന്ന് കണ്ടാലും നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റും ഒരു പോസിറ്റീവ് വൈബ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതാ കണ്ടില്ലേ, ഹൈ റെസിഡൻഷ്യൽ ഏരിയ കൂടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട് മിസ് ചെയ്യല്ല. അത് ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ഡിസൈൻ്റെ വർക്കിലായാലും ഏത് കാര്യത്തിലും. അതാ കണ്ടില്ലേ, ഇവിടെ നല്ലൊരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഇരുന്ന് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇതിലും ബെറ്റർ സ്ഥലം വളരെ റെയർ ആണ് നമുക്ക് കിട്ടാനായിട്ട്. ഇതിന്റെ പ്രൈസ് റേഞ്ച് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ ടെക്നോ പാർക്ക് ബേസ് ചെയ്തോ, കഴക്കൂട്ടം ബേസ് ചെയ്തോ, കാര്യവട്ടം ബേസ് ചെയ്തോ, അല്ലെങ്കിൽ ശ്രീകാര്യം ബേസ് ചെയ്ത് വീട് നോക്കുന്നവർക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യല്. ഏകദേശം കാര്യവട്ടം ക്യാമ്പസിൽ നിന്നും ഏകദേശം 800 മീറ്റർ, കാര്യവട്ടം ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1.25 കിലോമീറ്റർ മാറി കാര്യവട്ടത്തിന് പുല്ലാനിവിള പോകുന്നവയ്ക്ക് 3 മുക്കുന്ന ജംഗ്ഷൻ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 5.5 സെന്റിലായിട്ട് 2500 സ്ക്വയർ ഫീറ്റിൽ ഒരു പൂർണ്ണമായി ഒരു എക്സ്ട്രീം ലെവലിൽ വേറെ ആയിട്ടുള്ള ഇന്ത്യൻ ഡിസൈന് പോലും ഏകദേശം 35-40 ലക്ഷത്തോളം രൂപ എക്സ്പെൻസീവ് ആയിട്ടുള്ള പൂർണ്ണമായി ചുടുകല്ലും തേക്കും തടിയും നിർമ്മിച്ചിട്ടുള്ള 3 വർഷത്തിൽ താഴെ പഴക്കമുള്ള വീടാണെന്ന് ഞാൻ പറഞ്ഞു. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,42,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതിനായി കൊച്ചുകുടി പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വീഡിയോ ശ്രമിക്കുക.